അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ അടയില്ലാത്ത ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം, നീർദോശ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന അപ്പം ബാക്കി വന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴൊക്കെ അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിവിടെ 4 അപ്പമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ചവ്വരിയാണ്. അതിന് കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ആദ്യം ഈ ചവ്വരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് അപ്പം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണം. അടയുടെ വലിപ്പത്തിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. അപ്പം വെച്ച് പായസം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പായസം തന്നെയാണ് കേട്ടോ. അടപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചവ്വരി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ചവ്വരി വേവിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കും അത്. കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പായസത്തേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം പീസാക്കി വെച്ച അപ്പം ഇതിലിട്ട് വേവിച്ചെടുക്കാം. പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പീസാക്കി വെച്ച അപ്പം ഇട്ട് കൊടുക്കാം. ഇനി അപ്പം ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം വേവാനൊന്നുമില്ലല്ലോ. അപ്പം ഓൾറെഡി വന്നതാണ്. ചവ്വരി വെന്ത് വന്നതാണ്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇവിടെ ഞാൻ കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ സ്റ്റെപ്പ് വേണമെന്നില്ല കേട്ടോ. ഇത് വേണ്ടവർ ചെയ്താൽ മതി. പായസത്തിന് അടപ്പായസത്തിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് മെൽട്ടായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. അതങ്ങനെ കിടന്നിട്ട് അങ്ങനെ മെൽട്ടായി വന്നോളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോവും. പഞ്ചസാര കരിഞ്ഞാൽ കയ്പ്പ് രസം വരും. ഇത് കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാണിക്കാൻ വിട്ടതാട്ടോ. ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കാരമൽ ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരാം. ഇതൊന്ന് വറന്ന് വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുക. ഇത് അപ്പം വെച്ചിട്ടുണ്ടാക്കിയ പായസമാണ് എന്നുള്ളത് കുടിച്ച് നോക്കിയാലൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. നല്ല അടപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ കുടിച്ചാലും ഫീൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അവർ അടപ്പായസം എന്ന് എഴുതിയിട്ട് തന്നെ കുടിച്ചും ചെയ്തോളും. നല്ല ടേസ്റ്റുള്ള പായസം തന്നെയാണ്. ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം മൂടി വെക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള അടയില്ലാത്ത അടപ്പായസം
റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.